പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയായ അസിം മുനീറിനെ ഇപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി തന്നെ തങ്ങളുടെ രാജ്യത്തേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അവിടെ നടക്കുന്ന കരസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് വലിയ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ മുഖ്യ അതിഥി എന്ന നിലയിലാണ് ഈ അസിം മുനീറിനെ ക്ഷണിച്ചിരിക്കുന്നത്. മാത്രമല്ല, അസിം മുനീറിന് അവിടെ വെച്ചൊരു സ്വീകരണം നൽകാനും പെൻറ്റഗണുമായി ബന്ധപ്പെട്ട പ്രതിനിധികൾ, അതുപോലെ തന്നെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രതിനിധികൾ എന്നിവരൊക്കെ തന്നെ ചർച്ച നടത്തുമെന്നും അറിയിച്ചിരിക്കുന്നു. അതായത് രണ്ട് വലിയ ഏഷ്യൻ ശക്തികൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിൽ പാകിസ്ഥാൻ പരാജയം സമ്മതിക്കേണ്ടി വരുന്നു. അവർ തന്നെ അക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനുശേഷവും പാകിസ്ഥാൻ അവരുടെ സൈന്യാധിപന് ഫീൽഡ് മാർഷൽ എന്ന് പറയുന്ന ഒരു പരമ്പരാഗത ഒരു പദവി സമ്മാനിക്കുന്നു. ഈ പദവി ലഭിക്കുന്നതിലൂടെ ലോകം കരുതുക ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ യുദ്ധവിജയം നേടി. അതുകൊണ്ട് അവരുടെ സൈന്യാധിപന് ഒരു ഉയർന്ന റാങ്ക് നൽകുന്നു. അതാണ് ഫീൽഡ് മാർഷൽ. അപ്പോൾ ഫീൽഡ് മാർഷൽ പദവി ലഭിച്ച അസിം മുനീറിനെ അമേരിക്ക ആദരിക്കുന്നു എന്ന് വരുത്തി തീർക്കുകയാണ് ഇവിടെ ലക്ഷ്യം. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റിന് നെറുകേടാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ കരുതിയത് ട്രംപ് പ്രസിഡന്റ് ആയപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വലിയ സൗഹൃദമൊക്കെ കാണിച്ചിരുന്നു. മാത്രമല്ല, ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് പാകിസ്ഥാന് വേണ്ടി നിലകൊണ്ട് ഇന്ത്യയോട് പറയുകയാണ് വെടിനിർത്തൽ വേണമെന്നൊക്കെ. ഇതിനൊരു കാരണമെന്ന് പറയുന്നത് അവരുടെ ഒരു പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രത്തിന് നേരെ ഇന്ത്യ ആക്രമണം നടത്തി. ഏതാണ്ട് 8-9 വ്യോമ കേന്ദ്രങ്ങളാണ് നമ്മൾ ആക്രമിച്ചത്. അതിൽ തന്നെ ഈ നൂർഖാൻ എയർബേസ് എന്ന് പറയുന്നത് അമേരിക്ക നിയന്ത്രിക്കുന്ന എയർബേസാണ്. പാകിസ്ഥാനിലാണെങ്കിൽ പോലും അതിൻ്റെ നിയന്ത്രണം മുഴുവൻ അമേരിക്കയ്ക്കാണ്. അവിടെ അമേരിക്കയുടെ വിമാനങ്ങളുണ്ട്, ആയുധങ്ങളുണ്ട്. ഇവിടേക്ക് ഇന്ത്യ ആക്രമണം നടത്തിയതോടുകൂടി അമേരിക്കയുടെ സകല നിയന്ത്രണവും നഷ്ടമായി. അപ്പോൾ ലോകത്തിന് മുന്നിൽ തങ്ങളാണ് ഈ എയർപോർട്ട് നിയന്ത്രിക്കുന്നതെന്ന് പറയേണ്ടി വരും. അതുകൊണ്ടാണ് പാകിസ്ഥാന് വേണ്ടി എന്ന നിലയിൽ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുകയും വെടിനിർത്തൽ വേണമെന്ന് ആവശ്യപ്പെടുകയൊക്കെ ചെയ്തു. പലതവണ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇരു രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം നിർത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് വെടിനിർത്തൽ നടത്തിയതെന്നൊക്കെ. ഇന്ത്യ വെടിനിർത്തലിന് സമ്മതിച്ചെന്ന് പറയുന്നു. നമ്മൾ അതിനെക്കുറിച്ചൊന്നും പറയാൻ പോയില്ല. മാത്രമല്ല, ലോക രാജ്യങ്ങളോട് പറഞ്ഞു അവിടുത്തെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻ നമ്മുടെ DGMOയെ വിളിച്ചപ്പോഴാണ് നമ്മൾ ഈ ഒത്തുതീർപ്പിലെത്തിയത്. അപ്പോൾ പ്രത്യേകിച്ച് അതിന് വേറെ കാരണങ്ങളൊന്നും ഇല്ല എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോൾ അമേരിക്ക എല്ലായ്പ്പോഴും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് ലോക രാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് നടക്കാൻ പോകുന്നത്. കാരണം ഈ സൈനിക ദിനാഘോഷം എന്ന് പറയുന്നത് ഗംഭീരമായ രീതിയിലാണ് അമേരിക്ക നടത്തുന്നത്. ഏതാണ്ട് 6600ഓളം സൈനികർ ഇതിൽ പങ്കെടുക്കും. 150 സൈനിക വാഹനങ്ങളുടെ പങ്കാളിത്തമുണ്ട്. 50 യുദ്ധവിമാനങ്ങളടക്കം ഇതിൽ പങ്കെടുക്കും. അത്രയും വിപുലമായ ഒരു പരിപാടി ലോക ശ്രദ്ധ ആകർഷിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ആ വേദിയിലേക്കാണ് ഭീകരതയെ ഊട്ടി വളർത്തുന്ന ഒരു രാജ്യത്തിൻ്റെ സൈന്യാധിപനായ അസിം മുനീറിനെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നു, ആദരിക്കാൻ പോകുന്നു. അപ്പോൾ കൃത്യമാണ് കാര്യങ്ങൾ. അമേരിക്ക ഇന്ത്യക്ക് ഒരു പണി നൽകുന്നു. നിങ്ങൾ കണ്ടോ, ഞങ്ങൾ എല്ലായ്പ്പോഴും പാകിസ്ഥാൻ്റെ കൂടെയാണെന്ന് നമുക്കൊരു നിർദ്ദേശം നൽകുന്നു. ഇത് മാത്രമല്ല, കഴിഞ്ഞ ആഴ്ച ഈ കോൺഗ്രസ് ഹിയറിങ്ങിൽ US സെൻട്രൽ കമാൻഡിൻ്റെ തലവനായ ജനറൽ മൈക്കൽ കൂറില്ല പറഞ്ഞിരുന്നു ഭീകരവിരുദ്ധ ലോകത്തെ അസാധാരണ പങ്കാളിയാണ് ഈ പാകിസ്ഥാൻ എന്ന്. അപ്പോൾ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന രാജ്യത്തെ പങ്കാളിയാണ് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. കാരണം ഈ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സമിതികളിലൊക്കെ ഉന്നത സ്ഥാനം മേടിച്ചു കൊടുക്കാൻ UN അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാനെ പങ്കാളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേൾഡ് ബാങ്കിൻ്റെ ഉൾപ്പെടെയുള്ള സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാന് എല്ലാവിധ പിന്തുണയും സംരക്ഷണവും ഞങ്ങൾ നൽകുന്നു എന്ന് ഇന്ത്യയോടും ലോകരാജ്യങ്ങളോടും ഇത് വ്യക്തമായിട്ട് വിളിച്ചു പറയുക കൂടിയാണ്. ഇതിന് മറ്റൊരു കാര്യമുണ്ട്. കാരണം ഇന്ത്യയും റഷ്യയും തമ്മിൽ നല്ല ബന്ധം ഇപ്പോൾ പുലർത്തിപ്പോരുന്നു. കൂടാതെ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്ക അകന്നു എന്ന് തോന്നിയപ്പോൾ ചൈന അവിടേക്ക് ചില സാന്നിധ്യമൊക്കെ ഉറപ്പിക്കാനുള്ള നടപടികൾ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ചൈന യുദ്ധവിമാനങ്ങളും മിസൈലുകളും ഒക്കെ നൽകിയത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് പാകിസ്ഥാനിൽ സ്വാധീനമുണ്ടാകുകയും ബലൂചിസ്ഥാൻ മേഖലയിൽ ചില ഖനന പ്രവർത്തികൾ, ഗ്വാദർ തുറമുഖ നിർമ്മാണം, വിമാനത്താവള നിർമ്മാണമൊക്കെ നടത്തിയത്. അങ്ങനെ ചൈനീസ് പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്ന് പറയുന്ന വലിയൊരു പ്രൊജക്റ്റുമായിട്ട് അവർ മുന്നോട്ട് നീങ്ങുന്നു. ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ഇതുകൊണ്ട് തന്നെ ചൈനയും പാകിസ്ഥാനും കൂടുതൽ അടുക്കുന്നു എന്ന് ട്രംപിന് മനസ്സിലായി. അതുകൊണ്ടാണ് അവരുടെ
അവരുടെ സൈനിക ദിനാഘോഷ പരിപാടിയിൽ പാകിസ്ഥാൻ്റെ സൈനിക മേധാവിയെ പ്രത്യേകം ക്ഷണിച്ചാദരിക്കുന്നു. ഇത് പ്രത്യേകമായ തന്ത്രമാണെന്ന് അമേരിക്കയിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അമേരിക്കയ്ക്ക് വിധേയമായി നിൽക്കുന്ന രാജ്യമാണ്. പക്ഷേ ഇന്ത്യ ഒരിക്കലും അങ്ങനെ നിലകൊണ്ടിട്ടില്ല. അത് നെഹ്റുവിൻ്റെ കാലം മുതൽ തന്നെ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് കീഴ്പ്പെട്ടുള്ള ഒരു ചരിത്രമൊന്നുമില്ല. കാരണം ഇപ്പോൾ 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് ഇന്ത്യ അമേരിക്കയുടെ സഹായമൊക്കെ തേടി. അന്ന് അമേരിക്ക നമ്മളെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, 7ാം കപ്പൽപ്പട അയച്ച് പാകിസ്ഥാനെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയനുമായിട്ട് ബന്ധപ്പെടുകയും സോവിയറ്റ് യൂണിയൻ്റെ ഇടപെടലുള്ളതുകൊണ്ടാണ് അമേരിക്കയെ അന്ന് തുരത്താനുമൊക്കെ സാധിച്ചത്. അന്ന് മുതൽ നമുക്കറിയാം അമേരിക്കൻ നിലപാട് എല്ലായ്പ്പോഴും പാകിസ്ഥാൻ അനുകൂലമാണെന്ന്. അത് ഒബാമ പ്രസിഡൻ്റ് ആയാലും ജോ ബൈഡൻ പ്രസിഡൻ്റ് ആയാലും ട്രംപ് പ്രസിഡൻ്റ് ആയാലും സ്ഥിതിഗതികൾ ഏതാണ്ട് സമാനമാണ്. ഏറ്റവും കൂടുതൽ ആലോചിച്ച് നോക്കുക, ഈ കാർഗിൽ യുദ്ധം ഉണ്ടായ സമയത്ത് ഇന്ത്യക്കെതിരെയും പാകിസ്ഥാനെതിരെയും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. എപ്പോൾ? അതായത് പാകിസ്ഥാന് വേണ്ട ആയുധങ്ങളും സൈനിക സാമ്പത്തിക സഹായങ്ങളുമൊക്കെ അമേരിക്ക നൽകിയതിന് ശേഷം. അപ്പം വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തു, എന്നിട്ട് ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തി എന്ന് പറയുന്നു. ഇവിടെയും ഇപ്പോഴെന്താ, റഷ്യയുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമുണ്ട്. അപ്പം S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങാൻ തീരുമാനിച്ചു. അന്ന് ട്രംപ് പറഞ്ഞു ഞങ്ങൾ ഉപരോധം ഏർപ്പെടുത്തും. നമ്മൾ മൈൻഡ് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് ഉക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. അവർക്ക് ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ എണ്ണ വിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അന്ന് ഇന്ത്യ എണ്ണ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മൾ മറിച്ചു വിറ്റു. എന്തിന്? ഈ ഉപരോധം ഏർപ്പെടുത്തിയ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പോലും എണ്ണ മറിച്ചു വിറ്റു. അന്നും അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. അന്ന് മുതൽ തന്നെ അമേരിക്കയുടെ കണ്ണിലെ കരടാണ് നമ്മൾ. കാരണം നമ്മൾ അവരുമായിട്ട് ശത്രുതയ്ക്കൊന്നും പോകുന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാലങ്ങളായിട്ട് അമേരിക്കയുമായിട്ട് നമുക്ക് നല്ല വ്യാപാര ബന്ധമുണ്ട്. നമ്മുടെ ഒരു വലിയ വ്യാപാര പങ്കാളിയാണ്. നമ്മുടെ ഒരുപാട് കമ്പനികളുടെ പാർട്ട്നേഴ്സ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ പിണക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു തന്ത്രമാണ് ഇവിടെ സ്വീകരിച്ചത്. ഇവിടെ ഇപ്പോൾ ചൈനയ്ക്കൊരു പണി കൊടുക്കണം, ഇന്ത്യക്കൊരു പണി കൊടുക്കണം എന്ന കൃത്യമായ ലക്ഷ്യത്തോടെ അമേരിക്ക അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയെ നേരെ അമേരിക്കയിലേക്ക് വിളിക്കുന്നു. അവിടുത്തെ സൈനിക ആഘോഷ പരിപാടിയിൽ പങ്കാളിയാക്കുന്നു. 1991 ഈ ഗൾഫ് യുദ്ധം നടന്ന ശേഷമാണ് ഇത്ര വിപുലമായ രീതിയിലൊരു സൈനിക ദിന പരിപാടിയൊക്കെ അവിടെ സംഘടിപ്പിച്ചത്. ഇപ്പോൾ 250ാമത് സൈനിക ദിനാഘോഷ വാർഷികം എന്നൊക്കെയാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ ഡൊണാൾഡ് ട്രംപിൻ്റെ 79ാമത്തെ ജന്മദിനം കൂടി വരികയാണ്. അപ്പോൾ ഇതൊരു വലിയ ആഘോഷ പരിപാടിയാകും. കരിമരുന്ന് പ്രയോഗമുണ്ടാകും, പുതിയ റവല്യൂഷണറി വാറിൻ്റെ പ്രദർശനമുണ്ടാകും, അതുപോലെ ട്വിലൈറ്റ് ടാറ്റു, വാഷിങ്ടൺ നാഷണൽ ബേസ്ബോൾ ടീമിൻ്റെ പ്രദർശനം, അങ്ങനെ ഒരുപാട് പരിപാടികൾ, എന്തിന് വെടിക്കെട്ട് വരെ സംഘടിപ്പിക്കുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു പരിപാടി അന്ന് നടത്തിയപ്പോൾ ഏതാണ്ട് 8,000-ലധികം സൈനികർ പങ്കെടുത്തു. 2 ലക്ഷത്തിലധികം ആളുകളെ കാണികളായിട്ട് ക്ഷണിച്ചിരുന്നു. $8 മില്യൺ ചെലവഴിച്ചാണ് അമേരിക്ക അത്ര വിപുലമായ പരിപാടി സംഘടിപ്പിച്ചത്. ഏതാണ്ട് അതിന് സമാനമായ ഒരു സൈനിക ദിനാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നു. നമ്മുടെ ശത്രു രാജ്യമായ അല്ലെ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന പാകിസ്ഥാനിലെ സൈനിക മേധാവിയെ വിളിച്ചു വരുത്തി ആദരിക്കുന്നു. എന്നിട്ട് പെൻറ്റഗണിലെയും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരുമായിട്ട് ഉന്നതതല ചർച്ച നടത്തുന്നു. ഇതെല്ലാം തന്നെ ഇന്ത്യക്കുള്ള പണിയാണ്. മാത്രമല്ല ഇന്ത്യ ഫ്രാൻസുമായിട്ട് സൈനികപരമായിട്ട് പല ബന്ധങ്ങളും പുലർത്തുന്നുണ്ട്. ഫ്രാൻസ് യൂറോപ്യൻ യൂണിയനിൽ അമേരിക്കയുടെ എതിർപക്ഷത്താണ്. അപ്പം സൈനിക നടപടിയുമായി ബന്ധപ്പെട്ട്, ആയുധ കരാറുകളുമായി ബന്ധപ്പെട്ട് ഇന്ത്യ, റഷ്യ, ഫ്രാൻസ് തുടങ്ങിയ അച്ചുതണ്ട് ഒന്നിക്കുമ്പോൾ അവിടേക്ക് ഇടപെടേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഞങ്ങളെന്നും അമേരിക്കയെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം ആഗോളതലത്തിൽ ചൈന വലിയ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട്. അത് പാകിസ്ഥാനിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിക്കുന്നു. അതിനൊരു തടയിടുക എന്നുള്ളത് അമേരിക്കയുടെ ആവശ്യമാണ്. അങ്ങനെ 5ാം തലമുറ യുദ്ധവിമാനം പോലും ചൈന പാകിസ്ഥാന് നൽകാമെന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അസിം മുനീർ എന്ന് പറയുന്ന ഭരണാധികാരിയെ അല്ലെങ്കിൽ സൈനിക തലവനെ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്കയിലെ വാഷിങ്ടൺ DC ക്ഷണിക്കുന്നത്. അവിടെ വെച്ച് വലിയ ആദരവ് നൽകാൻ പോകുന്നത്. വേണമെങ്കിൽ അമേരിക്ക 5ാം തലമുറ യുദ്ധവിമാനം നൽകാമെന്ന് പോലും പാകിസ്ഥാന് ഓഫർ ചെയ്യും. കാരണം എന്തു പറഞ്ഞാലും മുട്ടിലിരാൻ തയ്യാറായി നിൽക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിൽ അമേരിക്ക നിർണായക പങ്ക് വഹിച്ചു എന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒപ്പം പാകിസ്ഥാൻ ഔദ്യോഗികമായി സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ കനത്ത ഒരു വെല്ലുവിളിയാണ് അമേരിക്ക ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നതെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.